വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ. അർജന്റീന 3 അൾജീരിയ നിൽ. എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം. 39 വയസ്സാവും ഈ മാസം. പക്ഷേ ഇപ്പോഴും ആ ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ അൺപാരലൽ, ദി ഗ്രേറ്റസ്റ്റ് എവർ എന്ന് നിസ്സംശയം നമുക്ക് വിളിക്കാൻ പറ്റുന്ന അമ്മാതിരി കളി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം മെസ്സിയുടെ ഒരു കോമ്പറ്റീറ്റീവ് മത്സരം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമുക്കറിയാം അദ്ദേഹം MLS-ലാണ് കളിക്കുന്നത്. ഞാൻ MLS ഒട്ടും തന്നെ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പൊതുവെ മാധ്യമങ്ങൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളി കുറച്ച് സ്ലോ ഡൗൺ ആയി. അതുപോലെ തന്നെ അവിടെ നമുക്കറിയാം വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്, പുള്ളിക്കാരൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാണ്. പക്ഷേ ഈ ഒരു കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ണ് തള്ളിപ്പോകുന്ന പെർഫോമൻസാണ് പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇത്രയും പ്രായത്തിലും ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പുള്ളിയുടെ വിഷൻ ആണെങ്കിലും പ്ലേ മേക്കിംഗ് ആണെങ്കിലും ഫിനിഷ് ആണെങ്കിലും വിൻറ്റേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സംഗതി. ആദ്യത്തെ ആ ഒരു ഓഫ് സൈഡ് വിളിച്ച ആ ഒരു ഗോളൊക്കെ ആണെങ്കിലും ബാഴ്സലോണയിലൊക്കെ നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സാധനം, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഗോള് അത് റോഡ്രിഗോ ഡിപ്പോളിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ലൈൻ ബ്രേക്കിംഗ് പാസ്സായിരുന്നു. അത്രയും പേരുടെ കൈകളുടെ മിഡ്ഫീൽഡിലൊക്കെ കവർ ചെയ്ത് മെസ്സിയുടെ അടുത്തെത്തി. മെസ്സി അത് ഫിനിഷ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഗോൾ കീപ്പറിൻ്റെ ഒരു ടച്ച് അതിനകത്ത് ഉണ്ടായി. പക്ഷെ എന്നിരുന്നാൽ പോലും അതിന് ശേഷം വന്ന ഗോളാണെങ്കിലും അതൊക്കെ പുള്ളി കറക്റ്റ് സമയത്ത് അവിടെ തന്നെ വന്ന് നിന്നു എന്നുള്ളതാണ്. അത് പുള്ളിയുടെ ടൈമിംഗ് ആണെങ്കിലും എല്ലാം അതിനകത്ത് ഈ പറയുന്ന പോലെ ഈ ഗോൾ കീപ്പറിൻ്റെ റീബൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു കളിയിൽ ഇന്നത്തെ ഈ ഒരു കളിയിൽ അൾജീരിയയുടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം ലൂക്കാസ് സിദാനെ കുറിച്ചിട്ടാണ്. സിദാൻ്റെ മോനായി പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കമൻട്രിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് സിദാൻ്റെ മോനാണ്. പാവം തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വെൻ ദ വേൾഡ് വാസ് വാച്ചിങ് പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇത് മെസ്സിയുടെ ലോകമാണ്, മെസ്സിയുടെ കളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൂന്നാമത്തെ ഗോളൊന്നും പറയാനില്ല. വിൻറ്റേജ് മെസ്സി ഗോൾ, ബ്യൂട്ടിഫുൾ ഫിനിഷ്, ബോട്ടം ലെഫ്റ്റ് കോർണർ, ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് ഫുട്ട്, രണ്ട് ഫുട്ട് കൊണ്ടും പുള്ളി ഗോളടിച്ചു. ഒരു പെർഫെക്റ്റ് ഗോളർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹാട്രിക് പറയാനായിട്ട് ഒരു ഹെഡർ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും മനോഹരമായിട്ടുള്ള പ്രകടനമാണ് മെസ്സിയുടെ ഭാഗത്ത് ഉണ്ടായത്. ആൻ ആബ്സല്യൂട്ട് ജോയ് ടു വാച്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. മെസ്സി മേക്ക് ഫുട്ബോൾ ലുക്ക് ഈസി, അതാണ് സത്യം. കാരണം പുള്ളിയുടെ കൂടെ കളിക്കുന്നവരൊക്കെ ഹൈ ലെവൽ പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷേ അവരെക്കാളൊക്കെ വേറെ ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കളിയിൽ മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എസ്പെഷ്യലി ആയിസ മാൻഡി, അതായത് അൾജീരിയയുടെ ക്യാപ്റ്റനെ മെസ്സി പുറകിൽ നിന്നും ഫൗൾ ചെയ്തിരുന്നു. പുള്ളിക്കാരൻ്റെ കാഫിൽ മെസ്സിയുടെ കാല് കൊണ്ടിരുന്നു. അപ്പോൾ അതൊരു മിനിമം യെല്ലോ കാർഡെങ്കിലും കിട്ടേണ്ട ഫൗളാണ്. വേറെ ചില പ്ലെയേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ റെഡ് കാർഡും കിട്ടില്ല. ഇപ്പോൾ കസമീറൊക്കെയാണ് ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി റെഡ് കാർഡിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ മിനിമം ഒരു യെല്ലോ കാർഡെങ്കിലും കിട്ടേണ്ട ഒരു ഫൗളായിരുന്നു. പക്ഷെ അവിടെ മെസ്സി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും അതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഓവറോൾ ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെയുള്ള റെഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. അത്ര നല്ല രീതിയിലാണ് റെഫറിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലേയേഴ്സിനാണെങ്കിലും വലിയ ക്രാംസും കാര്യങ്ങളൊന്നും ഇല്ല. അതല്ലെങ്കിൽ നമുക്ക് ടൈം വേസ്റ്റിംഗ് ഒക്കെ സ്ഥിരം കാണുന്നതാണ്. ഇപ്പോൾ ഈ വർഷം തന്നെ പ്രീമിയർ ലീഗിലാണെങ്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് ടൈം വേസ്റ്റിംഗ് കാണുന്നതാണ്. പക്ഷേ ഫിഫ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ റെഫറിങ് ഒക്കെ ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ആൻഡ് ഓവറോൾ ടീം പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അർജൻറ്റീന ആസ് എ യൂണിറ്റ് അവർ വളരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. ഇപ്പം മെസ്സി വേറെ ലെവലിലാണ്. പക്ഷേ ബാക്കി അർജൻറ്റീന ടീം പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരെല്ലാവരും തന്നെ നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തു. ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ വളരെ മികച്ചൊരു പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. അൾജീരിയയ്ക്ക് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായില്ല. അപ്പോൾ അത്രയും നല്ല ഡിഫെൻസീവായിട്ടുള്ള പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ലിസാൻഡ്രോ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊരു തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമുള്ള അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാവരും അർജൻറ്റീന തന്നെ ഫേവറേറ്റ് ആയിട്ടാണ് കണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം സ്പെയിൻ സമനിലയായ പോലെ ഫുട്ബോളാണ് എന്ത് സംഭവിക്കാം. റിസൾട്ട് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് പോകണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും അർജൻറ്റീന വളരെ നല്ലൊരു പ്രൊഫഷണൽ പെർഫോമൻസോടുകൂടി ഈ വേൾഡ് കപ്പിലേക്ക് ചാമ്പ്യന്മാർ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഇന്നലെ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും വരവറിയിച്ചിട്ടുണ്ട്. എംബാപ്പെ 2 ഗോൾ അടിച്ചിട്ടുണ്ട്, ഹാലൻഡ് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ആ കളിയൊന്നും ഞാൻ കണ്ടില്ല, ഹൈലൈറ്റ്സ് കണ്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും അർജൻറ്റീനയുടെ കളിയാണ് കണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.